ഹലോ വെൽക്കം ടു കൃഷ്ണൻ ഡാം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവി കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരിലോട്ട് കിടക്കാം. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ അഥവാ ഡെഡ്പൂൾ 3. അപ്പോൾ ഈ ഒരു പടം വന്ന് റിലീസാകാൻ പോകുന്നത് ഈ മാസം ജൂലൈ 26 വേൾഡ് വൈഡ് ആയിട്ട് റിലീസാകാൻ പോകുന്നത്. വലിയൊരു എക്സ്പെക്റ്റേഷൻ ഈ പടത്തിലുണ്ട്. കാരണം ഇതൊന്നൊരു മൾട്ടിവേഴ്സൽ മൂവിയാണ്. പിന്നെ വൂൾവറിനൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഹൈപ്പ് ആക്ച്വലി പടത്തിനുണ്ട്. അപ്പം മാർവലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല. മാർവൽ വന്ന് നിക്കറേറിയ അവസ്ഥയിലാണുള്ളത്. കാരണം അവരിറക്കുന്ന പടങ്ങളൊന്നും വലുതായിട്ട് റീച്ച് ആവണില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു കളക്ഷനോ മാർവൽ മൂവീസിൽ കിട്ടുന്നില്ല. ആ റീച്ച് കുറഞ്ഞിരിക്കുകയാണ്. അപ്പം മാർവലിന് ഒരു ജീസസ് ആയിട്ടാണ് ഇപ്പോൾ ഡെഡ്പൂൾ പറഞ്ഞത്. കാരണം മാർവലിനെ പഴയപോലെ ആക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം കുറച്ച് മാർവൽ ഫാൻസേ ഉള്ളൂ. കാരണം ഇപ്പം ചില തോർ ഫാൻസും സ്പൈഡർമാൻ ഫാൻസും ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. അവരും കൂടെ പോയ ഷട്ടർ അടിച്ചിട്ട് പോകേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ മാർവലിനെ രക്ഷിക്കാൻ പറഞ്ഞൊരു മാർവൽ ജീസസ് ആയിട്ടാണ് നമ്മുടെ ഡെഡ്പൂൾ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർവൽ ഫാൻസിൻ്റെ ഇടയിൽ മാത്രമല്ല, മാർവലിനും ഈ ഒരു പടത്തിനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ മാർവലിനെ പഴയപോലെ ആക്കും എന്നുള്ള പ്രതീക്ഷയാണ് മെയിനായിട്ട് ഡെഡ്പൂൾ 3ക്കുള്ളത്. എൻ്റെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഈ ഒരു ഡെഡ്പൂൾ 3 വന്നൊരു MCU മൂവിയാണ്. ഇതിന് മുമ്പേ വന്ന ഡെഡ്പൂൾ പടങ്ങളൊക്കെ ഫോക്സിൻ്റെ കീഴിൽ വന്ന പടങ്ങളാണെങ്കിൽ ഈ ഒരു ഡെഡ്പൂൾ 3 നമ്മുടെ MCUവിൽ ഉൾപ്പെടുന്ന ഒരു പടമാണ്. അതുമാത്രമല്ല ഈ ഒരു ഡെഡ്പൂൾ 3 വന്നൊരു മൾട്ടിവേഴ്സൽ മൂവിയാണ്. നമ്മുടെ TVA ആൻഡ് വോയിഡ്, ആലയത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ടാകും. അതായത് ലോക്കി സീരീസുമായിട്ടൊരു വലിയൊരു കണക്ഷനിലാണ് ഈ ഒരു ഡെഡ്പൂൾ 3 വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ പടത്തിനൊരു വലിയൊരു ഹൈപ്പിൽ എത്തിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിൻ ഈ പടത്തിൽ അപ്പിയർ ആവുന്നുണ്ട്. ആൻഡ് വൂൾവറിനെ പറ്റി പറയുമ്പോഴേക്കും നമ്മൾ ഇതിനു മുമ്പേ മൂവീസ് കണ്ട വൂൾവറിൻ അല്ല, ഇത് ആ വൂൾവറിൻ്റെ വേറൊരു മൾട്ടിവേഴ്സൽ വേരിയൻ്റാണ് പടത്തിൽ വരാൻ പോണത്. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വന്ന് നമ്മുടെ വൂൾവറിൻ ആ കോമിക് അക്യുറേറ്റ് ആയിട്ട് യെല്ലോ കളർ സൂട്ടൊക്കെ ഇട്ടിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പടത്തിന് ഒരു വലിയൊരു ഹൈപ്പ് ബിൽഡായിട്ടുണ്ട്. ആൻഡ് അതുമാത്രമല്ല നിറയെ ക്യാമിയോ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഡെഡ്പൂളിൻ്റെ നിറയെ വേരിയൻസ് ഈ പടത്തിൽ വരാൻ പോകുന്നുണ്ട്. അതായത് ഡോഗ് പൂള്, കിഡ് പൂള്, പിന്നെ ലേഡി ഡെഡ്പൂൾ. ലേഡി ഡെഡ്പൂളിൻ്റെ കാര്യം കൺഫേം ആക്കിയിട്ടുണ്ട്. ബട്ട് ആരാണ് ലേഡി ഡെഡ്പൂളായിട്ട് അഭിനയിക്കാൻ പോകുന്നത് അറിഞ്ഞുകൂടെ. ചില ആൾക്കാർ നമ്മുടെ ടൈലർ സ്വിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റയൻ റെയ്നോൾഡ്സിൻ്റെ വൈഫ് ബെക്കി ലിവ്ലി എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് ലേഡി ഡെഡ്പൂളായിട്ട് വരാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട്. കൂടാതെ വൂൾവറിൻ്റെയും നിറയെ വേരിയൻസ് ഉണ്ടാവും. കൂടാതെ ചില മ്യൂട്ടൻസും ഈ പടത്തിൽ അപ്പിയർ ആവുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതല്ലാതെ വേറെയും ക്യാരക്ടേഴ്സിൻ്റെ ക്യാമിയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ക്യാമിയോസിന് വെച്ചതിന് ഒരു വീഡിയോ നമ്മളെ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സമയമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഒരു ഡെഡ്പൂൾ 3 മൂവിയുടെ റൺ ടൈം എന്ന് പറയുന്നത് 2 hours 7 minutes ആണ്. കുറച്ച് കുറവാണ്. അതായത് ക്രെഡിറ്റ്സ് എല്ലാം കൂടി ചേർത്താണ് ഈ 2 hours 7 minutes പറഞ്ഞത്. അപ്പം റൺ ടൈം കുറച്ച് കുറവായിട്ട് പോലെയാണ് തോന്നുന്നത്. ബട്ട് പടത്തിൽ അവർ അത് സൂപ്പറായിട്ട് കാണിച്ചത് കുഴപ്പമില്ല. അതുമാത്രമല്ല ഈ ഒരു ഡെഡ്പൂൾ 3 ഒരു R-rated മൂവിയാണ്. വയലൻസും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ടാകും. അത് ആലോചിച്ച് ആരും പേടിക്കണ്ട, ഇത് R-rated മൂവിയാണ്. പിന്നെ ഇത് മാത്രമല്ല പടത്തിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, അത് കൺഫേം ആണ്. അപ്പം എല്ലാവരും ഒരു എക്സ്പെക്റ്റേഷൻ ഈ പടം 1 billion അടിക്കുമെന്നാണ് ഇൻസൈഡേഴ്സ് പറയുന്നത്. 1 billion അടിക്കൂല്ലേ എന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അടിച്ചാൽ വേറെ ലെവലായിരിക്കും. ആൻഡ് പിന്നെ വന്ന് ഈ ഒരു ഡെഡ്പൂൾ 3 വില്ലനായിട്ട് വരാൻ പോകുന്നത് കസാൻഡ്ര നോവ എന്നൊരു ക്യാരക്ടറാണ്. ടെലികൈനസിസും ടെലിപ്പതി പവറൊക്കെ ഉള്ളൊരു വില്ലൻ ക്യാരക്ടറാണ്. ഉറപ്പായിട്ട് ഒരു പവർഫുൾ വില്ലനാണ്. വെയിറ്റ് ചെയ്ത് നോക്കുക ക്യാരക്ടറിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന്. ആൻഡ് ഇനി ഇതല്ലാതെ ഡെഡ്പൂൾ 3 കാണുന്നതിന് മുമ്പായിട്ട് കണ്ടിരിക്കേണ്ട മൂവീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ലോക്കി സീരീസ് കാണുക. കാരണം ലോക്കി സീരീസുമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഡെഡ്പൂളിൻ്റെ കഴിഞ്ഞ പാർട്ട് മൂവീസൊക്കെ കാണുക. ആൻഡ് അതുമാത്രമല്ലാതെ എക്സ്മെൻ മൂവീസും കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ മൂവീസൊക്കെ മാക്സിമം കാണാൻ നോക്കുക. പിന്നെ ഇതല്ലാതെ പിന്നെ എടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ മൂവീസ് നോക്കണം. കാരണം എക്സ്പ്ലെയിൻ മൂവീസ് എന്ന് പറയുമ്പോൾ അത് ടൈം ലൈനിൽ കണ്ടാലേ കാര്യങ്ങൾ പിടികിട്ടു. അതായത് ആ ടൈം ലൈൻ പ്രകാരം ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടൈം ലൈൻ ഓർഡർ പ്രകാരം എക്സ്പ്ലെയിൻ മൂവീസൊക്കെ ഒന്ന് കാണാൻ നോക്കുക. ഇതൊക്കെയാണ് ഡെഡ്പൂൾ 3 കാണുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരൊക്കെയാണ് ഈ പടത്തിന് വേണ്ടി വെയിറ്റിംഗ്, ആൻഡ് ആരൊക്കെ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തതിനൊക്കെ കമൻറ്റ് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോസ് എവിടെയെങ്കിലും ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.